ഹായ് പറ, എന്താ പറയാനുള്ളത്? പറ. മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്യാം. ഇന്ന് ഞങ്ങളുടെ കിണിൻ്റെ കല്യാണമാണല്ലോ. അപ്പോൾ നമ്മൾ റെഡിയായിട്ട് പോകാൻ വേണ്ടി എടുക്കുകയായിരിക്കും. ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇതൊരു വെഡിങ് വ്ളോഗാണ് ഗൈസ്. ഇതാണ് നമ്മുടെ ബ്രൈഡ്. ഹായ് പറ, എന്താ പറയാനുള്ളത്? പറ. അപ്പോൾ അവൾ ഈ റെഡിയായി നിൽക്കുന്നത് അവളുടെ പുടവ കൊടുക്കൽ ചടങ്ങിന് വേണ്ടിയിട്ടാണ്. ഭാഗ്യവശാൽ ഞങ്ങൾ ആ ചടങ്ങിന് മുമ്പ് എത്തി എന്നുള്ളതാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഈ പുടവ കൊടുക്കൽ ചടങ്ങ് കാണുന്നത്. വളരെ കുറച്ച് നേരം ഉള്ളൊരു ചടങ്ങാണ്. ഗ്രൂമിൻ്റെ ചേച്ചിയാണ് വന്നിട്ട് പുടവ കൊടുക്കുന്നത്. എന്നിട്ട് ചേച്ചിയുടെ അനുഗ്രഹമൊക്കെ മേടിച്ചിട്ട് ആ പുടവ എടുത്തിട്ടായിരിക്കും ബ്രൈഡ് പന്തൽ കയറുക. ഞാൻ ഈ ചടങ്ങ് ബേസിക്കലി കണ്ടിട്ടുള്ളത് റീൽസിലൊക്കെയാണ് കേട്ടോ. അപ്പം നേരിട്ട് കാണാനും പറ്റി. ഇത് കല്യാണത്തിൻ്റെ തലേ ദിവസമുള്ള ഒരു ചടങ്ങാണ് കേട്ടോ. എന്നിട്ട് ആ പുടവ ബ്രൈഡ് നേരെ അമ്മയുടെ കയ്യിലേക്ക് കൊടുക്കും. ഇത് ആണ് നമ്മുടെ ബ്രൈഡിൻ്റെ അമ്മ. അപ്പോൾ അതിനുശേഷം നമ്മൾ തിരിച്ച് സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ബ്രൈഡ്. അത് കഴിഞ്ഞിട്ട് അവൾ ലെൻസൊക്കെ റിമൂവ് ചെയ്ത് ഒന്ന് ഫ്രഷ് ഒക്കെ ആവുമായിരുന്നു. കാരണം അവൾക്ക് 2 മണിക്ക് മേക്കപ്പ് ചെയ്യാൻ പോകണം. ആക്ച്വലി നമ്മളിങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞാണ് കേട്ടോ രാത്രിയിൽ എല്ലാവരും കൂടെ കിടന്നത്. അതുകൊണ്ട് തന്നെ വലിയ കാര്യമായിട്ട് ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ വെളുപ്പിനെ എണീറ്റു. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ഹോം ടൂർ അങ്ങ് ചെയ്തേക്കാം എന്ന്. അപ്പോൾ ഇതായിരുന്നു നമ്മൾ സ്റ്റേ ചെയ്ത ഒരു പ്ലേസ്. അവിടുത്തെ ഇൻറ്റീരിയർ ഒക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു മോർണിംഗ് വ്യൂ ഒക്കെ ഒന്ന് ആസ്വദിക്കാമെന്ന് വിചാരിച്ചു രാവിലെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. കാരണം നമ്മൾ നൈറ്റ് വന്നപ്പോൾ ഒത്തിരി ലേറ്റ് ആയിരുന്നു. അപ്പം അവിടുത്തെ വ്യൂസ് ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ മോർണിംഗ് ഒന്ന് ഇറങ്ങി നോക്കിയാണ്. അത്യാവശ്യം നല്ല ചെടികളും പൂക്കളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു കേട്ടോ. ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ വെളുപ്പിന് 5:45 അത്യാവശ്യം നല്ല വെട്ടമൊക്കെ വീണിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ രാവിലെ കുളിച്ച് ഫ്രഷായി മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് സാരി ഉടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം ഞങ്ങൾക്ക് 2 പേർക്കും സാരി ഉടുക്കാൻ അറിയത്തില്ല. സാരി ഉടുത്തില്ല കല്യാണത്തിന് കയറ്റത്തില്ലെന്ന് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ കസിൻ്റെ വീട്ടിലേക്ക് പോയാൽ മതി, ആൾ സെറ്റ് ചെയ്ത് തരും എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം ദൂരം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടുത്തെ കുറച്ച് ഫൂട്ടേജസ് എടുത്തതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സ്ഥലം കാണുമ്പോൾ ഒരു 80s 90s മലയാളം മൂവിയുടെ ഒരു വൈബില്ലേ. ആക്ച്വലി അവിടുത്തെ ഓൾമോസ്റ്റ് ലൊക്കേഷനും അങ്ങനെ ഒരു നൊസ്റ്റാൾജിക് ഫീൽ തരുന്ന ഒന്നാണ് കേട്ടോ. അപ്പം നമ്മൾ റെഡി ആയിട്ടുണ്ട് ഗൈസ്. അനക്ക് നോക്കൂ. എന്നിട്ട് നമ്മൾ അവിടെ പോയി റെഡിയായി. ഈ വീഡിയോയിൽ കാണുന്ന ചിരിയൊക്കെ ഉള്ളൂ. അത്യാവശ്യം നല്ല വിയർത്ത് കുളിച്ചിരിക്കുകയായിരുന്നു. നമ്മുടെ മേക്കപ്പ് പകുതിയും അവിടെ നിന്ന് തന്നെ ഒലിച്ചു പോയി. അത്ര ചൂടായിരുന്നു. ഭയങ്കര ചൂടുള്ളൊരു സമയവും കൂടി ആയിരുന്നു കേട്ടോ. ഈ കല്യാണം നടന്നത് April 26 അപ്പം അത് കഴിഞ്ഞ് നമ്മൾ നേരെ കൃഷ്ണേന്ദുവിൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്നപ്പോഴത്തേക്കും അവൾ ഒരുങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആൾ നല്ല ഇമോഷണൽ ആയിരുന്നു. രാവിലെ തന്നെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞിരിക്കുക. അപ്പം ഞങ്ങൾ അവളിങ്ങനെ കുറേ മോട്ടിവേറ്റൊക്കെ ചെയ്ത് ഹാപ്പി ആക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവൾ അത്യാവശ്യം നല്ല രീതിയിൽ ഹോം സിക്നെസ് ഒക്കെ ഉള്ള ആളാണ്. വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതൊക്കെ ആലോചിച്ചിട്ടാണ് അവൾക്ക് ടെൻഷൻ. ആക്ച്വലി അവളുടേത് ലവ് മാരേജാണ് കേട്ടോ. അപ്പം കല്യാണത്തിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ അവൾക്കുണ്ടെങ്കിലും ഒരു ടൈമിനോട് അടുക്കുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്നൊരു ടെൻഷനില്ലേ, അത് തന്നെയായിരുന്നു. ഞങ്ങളിങ്ങനെ മാക്സിമം ഇങ്ങനെ ചില്ലാക്കാൻ ശ്രമിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. വീടിൻ്റെ തൊട്ടടുത്തായിരുന്നു കേട്ടോ അമ്പലം. ആ അമ്പലത്തിൽ വെച്ചിട്ട് തന്നെയായിരുന്നു താലികെട്ട്. അപ്പം ബ്രൈഡിനെ ആദ്യമേ പന്തലേക്ക് കൊണ്ടുപോവാണ്. ഇതാണ് നമ്മുടെ ഗ്രൂം അദ്വൈത്. അപ്പം നമ്മളെല്ലാവരും ഒന്നിച്ച് പഠിച്ച ആൾക്കാരാണ് കേട്ടോ. അവൻ മാത്രം വേറെ ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. അങ്ങനെ നമ്മൾ കോളേജിൽ ഒന്നിച്ച് പഠിച്ച ആൾക്കാരാണ്. അങ്ങനെ അവരുടെ കല്യാണം കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷമാണ്. കാരണം അത്രയും നാൾ വെയിറ്റ് ചെയ്തിട്ട് കല്യാണം കഴിക്കുകയല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും സന്തോഷമൊക്കെ നമുക്കും ഉണ്ടായിരുന്നു. അപ്പം കല്യാണം കഴിഞ്ഞപ്പോൾ തന്നെ ആളൊന്ന് ചില്ലായി കേട്ടോ. അവളുടെ ആ ഒരു ടെൻഷനൊക്കെ അങ്ങ് മാറി. പിന്നെ അവൾ പഴയ പോലെ ഹാപ്പിയായി സെറ്റായിട്ട് പിന്നെ അവരുടെ ഫോട്ടോഷൂട്ട് സെക്ഷനൊക്കെ ആയിരുന്നു. അതിനുശേഷം നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നു. ഇവരെല്ലാം നമ്മുടെ കൂടെ പഠിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഫ്രണ്ട്സാണ് കേട്ടോ. അപ്പം ഇങ്ങനെയുള്ള എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോഴാണ് എല്ലാവരെയും കൂടെ ഒന്നിച്ച് കാണുന്നത്. അപ്പോൾ അതിൻ്റെ സന്തോഷം കുറേ നേരമൊക്കെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് എന്നിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ പോയി ഡ്രസ്സ് മാറിയപ്പോൾ തന്നെ പകുതി ആശ്വാസം. എന്നിട്ട് നമ്മൾ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ഉച്ചയ്ക്ക് 2 മണിയിലത്തെ കായൽ വ്യൂ ആണ് കേട്ടോ. എന്നിട്ട് അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നെങ്കിലും ഒരു കാറ്റുണ്ടായിരുന്നുകൊണ്ട് കുറച്ച് നേരത്തേക്ക് ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. കാരണം ഇപ്പോഴത്തെ ചൂടത്തേക്ക് പുറത്തിറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലിയ ടാസ്ക് ആണല്ലോ.
എന്നിട്ട് നമ്മൾ അവിടെ ഓരോ വിശേഷമൊക്കെ പറഞ്ഞ് തിരിച്ചെത്തി. എന്നിട്ട് ഒരു നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് റിലാക്സ്ഡ് ആയിട്ട് അനഘയെ ബസ് കയറ്റിയൊക്കെ വിട്ടു. എന്നിട്ട് ഞാൻ അച്ഛൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇത് ആക്ച്വലി എൻ്റെ ഫിയാൻസിയുടെ ഫാദറാണ്. എന്നിട്ട് ഞാൻ പിന്നെ തിരിച്ച് വീട്ടിലെത്തി. ഒന്ന് ഫ്രഷ് ആയപ്പോഴാണ് പകുതി ആശ്വാസമായേ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ടാറ്റാ.